Dear students, today we are going to discuss a new topic, that is agricultural income. എന്താണ് agricultural income? Agricultural income is totally exempted from income tax under section 10 subsection 1 of the Income Tax Act, and therefore the central government cannot levy income tax on agricultural income. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിന് അഗ്രികൾച്ചറൽ ഇൻകത്തിന് മീതെ ടാക്സ് ഈടാക്കാൻ ചുമത്താൻ സാധിക്കില്ല എങ്കിൽ കൂടെ ചില പ്രത്യേക തരത്തിലുള്ള അസസീസിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ലിമിറ്റഡ് പർപ്പസോടുകൂടി അഗ്രികൾച്ചറൽ ഇൻകം പരിഗണിക്കാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് നോക്കാം. Then let us see what is the definition of agricultural income. The term agricultural income is defined in section 2 subsection 1a of the Income Tax Act. As per this section, agricultural income includes the following. First one, any rent or revenue derived from land which is situated in India and is used for agricultural purpose. ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ലാൻഡിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഏത് റെൻറ്റും ഏത് റവന്യൂ അഗ്രികൾച്ചറൽ ഇൻകം ആകുന്നു. നമ്പർ 2, എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ, അപ്പോൾ അത്തരത്തിലുള്ള ലാൻഡിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡ്, ആ ലാൻഡിൽ നിന്ന് ഇനി പറയുന്ന 3 ഓപ്പറേഷൻസിലൂടെ ലഭിക്കുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഏതൊക്കെയാണ് 3 ഓപ്പറേഷൻ? ഒന്ന്, അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്. എന്തൊക്കെയാണ് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ബേസിക് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ, വാട്ടറിങ്, വീഡിങ്, സോയിങ്, ടില്ലിങ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ, അതായത് വെള്ളം നനയ്ക്കുക, നിലമുഴുകുക, വിത്ത് പാകുക, കള പറിക്കുക, വീഡിങ് തുടങ്ങിയ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ ബേസിക് അഗ്രികൾച്ചറൽ ഓപ്പറേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മറ്റൊരു പ്രധാന പ്രവൃത്തി എന്താ? എനി പ്രോസസ് ഓർഡിനറിലി എംപ്ലോയിഡ് ബൈ ദി കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ് ടു മേക്ക് ദി പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ മാർക്കറ്റ്. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷനിലൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാക്കേണ്ടതുണ്ട്. മാർക്കറ്റിൽ അത് സ്വീകരിക്കുന്ന രൂപത്തിലാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും. ഉദാഹരണമായി പുകയില മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ, മാർക്കറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവ ഏറ്റവും ചുരുങ്ങിയത് നന്നായി ഉണക്കിയെടുക്കണം. ഡ്രൈഡ് ടുബാക്കോ മാത്രമേ മാർക്കറ്റിൽ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഡ്രൈയിങ്, ആ പുകയില ഉണക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അതിന് ലഭിക്കുന്ന, അങ്ങനെ കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കിട്ടും. ഓക്കെ. മൂന്നാമതായിട്ട് പറയുന്നത് എന്താ? ദി സെയിൽ ഓഫ് സച്ച് പ്രൊഡ്യൂസ് ബൈ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് നോ പ്രോസസ് ഹാസ് ബീൻ പെർഫോംഡ് അതർ ദാൻ ദി പ്രോസസ് മെൻഷൻഡ് ഇൻ ബി എബോവ്. അപ്പോൾ രണ്ടാമത് ബി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാക്കുന്നതിന് വേണ്ട ഏറ്റവും മിനിമം അത്യാവശ്യമായിട്ടുള്ള ചില ഓപ്പറേഷൻസാണ്. അതാ ഞാൻ പുകയില ഉണക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആ വിഭാഗത്തിൽ പെടുന്നു എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ലാതെ മറ്റ് പ്രവർത്തനങ്ങൾ കൂടുതലായിട്ടൊന്നും ചെയ്യാതെ ആ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിൽ വിൽപ്പന നടത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന സെയിൽസ് പ്രൊസീഡ്സ് ഉണ്ടല്ലോ, വിറ്റുവരവ്, അത് അഗ്രികൾച്ചറൽ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ആ ലാൻഡിൽ നിന്നും ഈ 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകമാണ്. ക്ലിയർ? മൂന്നാമത് പറയുന്നു, എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഫാം ഹൗസ്. അഗ്രികൾച്ചറൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഫാം ഹൗസ് ഉണ്ടാവും അഗ്രികൾച്ചറൽ ലാൻഡിനോട് അടുത്ത്. ആ ഫാം ഹൗസുമായി ബന്ധപ്പെട്ടുള്ള ഇൻകം അഗ്രികൾച്ചറൽ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഈ 3 തരത്തിലുള്ള ഇൻകമാണ് പ്രധാനമായും അഗ്രികൾച്ചറൽ ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ രണ്ടാമത്തതിൽ 3 പ്രധാന പ്രവർത്തനങ്ങൾ, പ്രോസസ്സ് പറയുന്നുണ്ട്, അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. Then let us see the criteria to determine agricultural income. ഒരു ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുക? അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ലാൻഡ് മസ്റ്റ് ബി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അഗ്രികൾച്ചറൽ ഇൻകം ആണെങ്കിൽ ആ അഗ്രികൾച്ചറൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന, ഡിറൈവ് ചെയ്യുന്ന ലാൻഡ് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കണം. വിദേശത്ത് ആണ് എങ്കിൽ
അഗ്രികൾച്ചറൽ ഓപ്പറേഷനിലൂടെ കിട്ടിയ ഇൻകം ആണെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഇൻകം ആണെന്ന് പറയാനോ അഗ്രികൾച്ചറൽ ഇൻകം ആണെന്ന് കണക്കാക്കി നമുക്ക് എക്സംഷൻ കിട്ടാനോ എക്സംഷൻ ക്ലെയിം ചെയ്യാനോ സാധിക്കില്ല എന്ന് ഓർക്കുക. ഓക്കെ. ദെൻ സെക്കൻഡ്, ലാൻഡ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ലാൻഡ് എന്തിനു വേണ്ടിയായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ബേസിക് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കണം. സച്ച് ആസ് ടില്ലിംഗ്, സോയിങ്, വാട്ടറിങ്, വീഡിങ്, ഹാർവെസ്റ്റിംഗ് എക്സെട്ര തുടങ്ങിയ ബേസിക് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് നടത്തിയിരിക്കണം ലാൻഡിൽ. ദെൻ റിസീവർ ഓഫ് ഇൻകം ഫ്രം ലാൻഡ് മസ്റ്റ് ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദി ലാൻഡ്. ആ അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് ഇൻകം ലഭിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആ റിസീവർ ഉണ്ടല്ലോ, ആ റിസീവർക്ക് ലാൻഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ലാൻഡ് ലോഡായിരിക്കണം, അല്ലെങ്കിൽ ടെനൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ. ഉദാഹരണമായിട്ട് ഒരു അഗ്രികൾച്ചറൽ ലാൻഡിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ഇപ്പോൾ നിലനിൽക്കുന്ന അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മൊത്തമായിട്ട് ഒരാൾ പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്ത് വലിയൊരു ലാഭം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലാഭം അഗ്രികൾച്ചറൽ ഇൻകമാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ ആ ലാൻഡിന് മീതെ ഈ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് പർച്ചേസ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് ലാൻഡിന് മീതെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലല്ലോ. ലാൻഡ് ലോഡിനോ ടെനൻറ്റിനോ ഉള്ളതുപോലെ യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റും അഗ്രികൾച്ചറൽ ലാൻഡിന് മീതെ ഈ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് അയാൾ നേടുന്ന അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് പർച്ചേസ് ചെയ്ത് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭം അഗ്രികൾച്ചറൽ ഇൻകം ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, ലാൻഡ് മസ്റ്റ് ബി ഡയറക്റ്റ് ഓർ ഇഫക്റ്റീവ് ഓർ ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് ഇൻകം. ലാൻഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഫാം, ആ അഗ്രികൾച്ചറൽ ഫാം ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു മാനേജറെ നിയമിച്ചു, അയാൾക്ക് സാലറി കൊടുക്കുന്നു. അയാൾ അഗ്രികൾച്ചറൽ ലാൻഡ് മാനേജ് ചെയ്യുന്നതിനാണ് സാലറി കിട്ടുന്നത്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അയാൾ ചെയ്തതിന് കിട്ടുന്നതല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ സാലറി എന്ന് പറയുന്നത് മാനേജ് ചെയ്തതിന് കിട്ടുന്ന റെമ്യൂണറേഷനാണ്. അല്ലാതെ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഒന്നും, അല്ലെങ്കിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലാൻഡ് അല്ല. ഇവിടെ അയാൾ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ ലാൻഡ് ലോഡ് ഓൺ അരിയേഴ്സ് ഓഫ് റെൻറ്റ് ലാൻഡിന് മീതെ നമുക്ക് ലഭിക്കുന്ന അഗ്രികൾച്ചറൽ ലാൻഡിന് കിട്ടുന്ന റെൻ്റ് ഉണ്ടല്ലോ, അത് അരിയർ ആയതുകൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഈടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് ഓൺ അരിയർ ഓഫ് റെൻറ്റ്, ദാറ്റ് ഈസ് നോട്ട് ആൻ അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ആ അരിയർ എന്ന് പറയുന്നത് ലാൻഡുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം അല്ല. കാരണം അരിയർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അരിയർ വന്നതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ. എന്തൊക്കെയാണ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം? ഒന്ന്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ, റെൻ്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്, ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞത് ഇതൊക്കെ. ഇൻകം ഫ്രം മേക്കിംഗ് ദി പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ മാർക്കറ്റ്, ഇൻകം ഫ്രം സെയിൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ഇൻകം ഫ്രം ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്, ഇൻകം ഡിറൈവ്ഡ് ഫ്രം സാപ്ലിങ്സ് ഓർ സീഡ്ലിങ്സ് ഗ്രോൺ ഇൻ എ നഴ്സറി. ഇപ്പോൾ നഴ്സറിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വൃക്ഷത്തൈ, അതുപോലെ തന്നെ വിത്ത്, അതൊക്കെ വിൽപ്പനയിലൂടെ കിട്ടുന്ന ഇൻകമൊക്കെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ. ദെൻ ഇൻകം ഫ്രം ഫാം ഹൗസ്. എന്താണ് ഇൻകം ഫ്രം ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ? Any income derived from any land used for agricultural operation shall be treated as agricultural income only if the following conditions are satisfied. അപ്പോൾ അഗ്രികൾച്ചറൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണ്, ആ ബിൽഡിങ്ങിനെയാണ് ഫാം ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാം ഹൗസുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് കണ്ടീഷൻ? ഒന്ന്, building is owned and occupied by cultivator or receiver of rent. Okay, a building owned and occupied by cultivator or receiver of rent. Then
The building should be in the immediate vicinity of the agricultural land. Agricultural ലാൻഡിൻ്റെ ഏറ്റവും വളരെ അടുത്ത് തന്നെയായിരിക്കണം, ഇമ്മീഡിയറ്റ് വിസിനിറ്റിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. Then the building is used as dwelling house or out house by the cultivator or receiver of rent in kind. അപ്പോൾ കൾട്ടിവേറ്റർ ഈ ബിൽഡിംഗ് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഒരു ഡ്വെല്ലിംഗ് ഹൗസ് ആയിട്ട്, സ്റ്റോർ ഹൗസ് ആയിട്ട്, ഔട്ട് ഹൗസ് ആയിട്ട്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് സംഭരിച്ചു വെക്കാനുള്ള സംഭരണശാലയായിട്ടായിരിക്കണം ഈ ബിൽഡിംഗ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. പിന്നീട് പറയുന്നു, ദി ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എൻ അർബൻ ഏരിയ ആൻഡ് ഈസ് either assessed to land revenue in India or is subject to a local tax assessed and collected by the officers of the government. അപ്പോൾ ലാൻഡ് അർബൻ ഏരിയയിലായിരിക്കണം സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല ആ ലാൻഡിന് മീതെ ലാൻഡ് റവന്യൂ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. അങ്ങനെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ബിൽഡിങ്ങിനെയാണ് ഫാം ഹൗസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ ലെറ്റ് us see നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ലാൻഡ്. ലാൻഡിൽ നിന്നുണ്ടാവുന്ന, എന്നാൽ ലാൻഡിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ചില ഇൻകം, എന്നാൽ നോൺ അഗ്രികൾച്ചറൽ വിഭാഗത്തിൽ പെടുന്ന അതൊക്കെയാണ്. അങ്ങനെയുള്ള ഇൻകം എന്ന് നമുക്ക് നോക്കാം. ഇൻകം ഫ്രം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം. അത് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഏരിയ ആണല്ലോ, ആ ലാൻഡുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷെ അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ഇൻകം ഫ്രം സ്റ്റോൺ ക്വാറീസ്, കല്ല് വെട്ടിയെടുക്കുന്ന ക്വാറി ഉണ്ടാവും, അത് ലാൻഡിൽ നിന്നാണല്ലോ ഇൻകം ഉണ്ടാവുന്നത്, പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ഇൻകം ഫ്രം മൈനിങ് റോയൽറ്റി, ഈ ഖനി ഉണ്ടല്ലോ, ഖനിയിലൂടെ കുഴിച്ചെടുക്കുന്ന വസ്തുക്കൾ, അതിലൂടെ ഉണ്ടാകുന്ന ലാഭം, ഇൻകം എന്ന് പറയുന്നത് ലാൻഡിൽ നിന്നാണ് വരുന്നത്, പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻകം ഫ്രം സപ്ലൈ ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ പർപ്പസ്, ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വെള്ളം വിട്ടുകൊടുക്കുന്നു, സപ്ലൈ ചെയ്യുന്നു, അതിന് കിട്ടുന്ന ഇൻകം. അത് അഗ്രികൾച്ചറൽ ഓപ്പറേഷനിലൂടെയല്ല അയാൾക്ക് ഇൻകം കിട്ടുന്നത്. അഗ്രികൾച്ചറൽ ഓപ്പറേഷന് വേണ്ടി ആവശ്യമായ വെള്ളം വിട്ടുകൊടുത്തതിന് കിട്ടുന്ന ഇൻകമാണ്. അത് ഡയറക്റ്റ് ആയിട്ട് അഗ്രികൾച്ചറൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ഇൻകം ഫ്രം സെൽഫ് ഗ്രോൺ ഗ്രാസ്, ട്രീസ്, ബാംബൂസ് എക്സെട്ര, അതായത് സ്വമേധയാ വളർന്ന, പ്രത്യേകിച്ച് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ഒന്നും നടത്താതെ സ്വന്തമായിട്ട് സ്വമേധയാ ഉണ്ടാവുന്ന ചില ചെടികൾ ഉണ്ടാവും, പുല്ല്, മരങ്ങൾ, ബാമ്പു ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഇത് നമ്മൾ പ്രത്യേക അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ഒന്നും നടത്താതെ സ്വന്തമായിട്ട് താനേ വളരുന്ന ചെടികൾ, അതിലൂടെ ഉണ്ടാകുന്ന, അത് വിൽപ്പന നടത്തുക വഴിയൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണെന്ന് പറയാൻ പറ്റില്ല. ഇൻകം ഫ്രം ഫിഷറീസ്, മത്സ്യബന്ധനത്തിലൂടെ കിട്ടുന്ന ഇൻകം, അത് ലാൻഡുമായി ബന്ധപ്പെട്ട് കിട്ടുന്നതാണ്, ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്, പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ഇൻകം ഫ്രം സെയിൽ ഓഫ് എർത്ത് ഫോർ ബ്രിക്ക് മേക്കിംഗ്. അപ്പോൾ ബ്രിക്ക് മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ലാൻഡ് മണ്ണ് വിൽപ്പന നടത്തുന്നു. ഓക്കെ. അപ്പോൾ ഇഷ്ടികയൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള മണ്ണ് നമ്മൾ വിൽപ്പന നടത്തുന്നു, അത് ലാൻഡിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഇൻകമാണ്, പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകമാണെന്ന് പറയാൻ പറ്റില്ല. ഇൻകം ഓഫ് ദി ബയർ ഓഫ് എ റൈപ്പ് ക്രോപ്പ്, അപ്പോൾ ഒരു ലാൻഡിൽ പാകമായിട്ടുള്ള ചില വിളകൾ ഒന്നിച്ച് പർച്ചേസ് ചെയ്യുന്നു, അയാൾ പർച്ചേസ് ചെയ്യുന്ന ആൾ നല്ലൊരു ലാഭം ഉണ്ടാക്കുന്നു, അത് അഗ്രികൾച്ചറൽ ഇൻകം ആണെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ യാതൊരു തരത്തിലുള്ള അഗ്രികൾച്ചറൽ ഓപ്പറേഷനും നടത്താതെയാണ് അയാൾക്ക് ഇൻകം ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ലാൻഡുമായി ബന്ധപ്പെട്ട ഇൻകമാണ്, പക്ഷേ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ. ദെൻ ഇൻകം ഫ്രം ഡയറി ഫാമിംഗ്, ക്ഷീര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കന്നുകാലി പരിപാലനവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം അല്ല. പൗൾട്രി ഫാമിംഗ്, കോഴി വളർത്തൽ, കാലി വളർത്തൽ, കോഴി വളർത്തൽ, ഇതെല്ലാം അഗ്രികൾച്ചറൽ ഇൻകം അല്ല എന്നവർക്ക്. റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എ മാനേജർ ഓഫ് എൻ അഗ്രികൾച്ചറൽ ഫാം, അഗ്രികൾച്ചറൽ ഫാം മാനേജ് ചെയ്യുന്നതിന് കിട്ടുന്ന സാലറി, ആ മാനേജറുടെ സാലറി അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ അരിയേഴ്സ് ഓഫ് റെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്, അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ റെൻറ്റ് അരിയർ ആയതിന് മീതെ ഈടാക്കുന്ന ഇൻട്രസ്റ്റ്, അത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇതൊക്കെ പ്രധാനപ്പെട്ട ചില ഐറ്റംസാണ്, നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടെ ഓർക്കുക ഈ പ്രധാനപ്പെട്ട ചില
അഗ്രികൾച്ചറൽ ഇൻകമാണെന്ന് തോന്നുന്ന എന്നാൽ യഥാർത്ഥത്തിൽ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ കാറ്റഗറിയിൽ വരാത്ത ഇനങ്ങളാണ് ഇവയൊക്കെ. ഓക്കെ, നമുക്കൊന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ദി ഫോളോയിങ് ഇൻകംസ് ആർ അഗ്രികൾച്ചറൽ ഇൻകം ഓർ നോട്ട്. ഓരോന്നായിട്ട് നോക്കൂ. ഇൻകം ഫ്രം സെയിൽ ഓഫ് വൈൽഡ് ഗ്രാസ്. വൈൽഡ് ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യ അല്ലെങ്കിൽ കാടുകളിൽ ഉണ്ടാവുന്ന പുല്ല്. ആ കാടുകളിൽ വളരുന്ന പുല്ല് വിൽപ്പനയിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം അല്ല. കാരണം നമ്മൾ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ ഒന്നും നടത്തുന്നില്ല. ഇൻകം ഫ്രം സെയിൽ ഓഫ് സ്റ്റാൻഡിങ് ക്രോപ്സ് ബൈ എ കൾട്ടിവേറ്റർ. എന്താ, നിലവിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എല്ലാം വിൽപ്പന നടത്തുന്നു കൃഷിക്കാരൻ തന്നെ, കൾട്ടിവേറ്റർ തന്നെ. അങ്ങനെ കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ദെൻ ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ അരിയേഴ്സ് ഓഫ് റെൻറ്റ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ലാൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. നേരത്തെ നമ്മൾ പറഞ്ഞു അതെല്ലാം നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അഗ്രികൾച്ചറൽ ഇൻകത്തിൽ പെടുത്താൻ പറ്റില്ല. അവിടെ ഇൻകം ഉണ്ടായിരിക്കുന്നത് ഇൻട്രസ്റ്റ്, അരിയറിന് മീതെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക വഴിയാണ്. അത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇൻകം ഫ്രം ഗ്രോയിങ് ഫ്ലവർ. അപ്പോൾ ചെടികളൊക്കെ നട്ട് വളർത്തി അങ്ങനെ ഉണ്ടാകുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഇൻകം ഫ്രം സെയിൽ ഓഫ് ഫോറസ്റ്റ് ട്രീ വിൽപ്പനയിലൂടെ കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം അല്ല. കാരണം ഫോറസ്റ്റിൽ ട്രീസ് സ്വമേധയ ഉണ്ടാവുന്ന അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ജലസേചനമോ അല്ലെങ്കിൽ നിലമുഴുകലോ അല്ലെങ്കിൽ കള പറിക്കലോ വിത്ത് നടലോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒന്നല്ല ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഫോറസ്റ്റ് ട്രീ വിൽപ്പനയിലൂടെ കിട്ടുന്ന ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഓക്കെ, then another question, state whether the following incomes are agricultural income. Income from agricultural land situated in Japan, but non agricultural income ആണ്. സാലറി റിസീവ്ഡ് ബൈ മാനേജർ ഓഫ് ഫാം ഹൗസ്, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. എന്താണെന്ന് കാരണം ഞാൻ പറയേണ്ടതില്ല, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻകം ഫ്രം സെയിൽ ഓഫ് റീപ്ലാന്റഡ് ട്രീ വിൽപ്പനയിലൂടെ ഉണ്ടാകുന്ന, അതായത് ചെറിയ ചെടികളൊക്കെ നമ്മൾ നട്ട് വളർത്തി അത് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് റീപ്ലാന്റ് ചെയ്തു. ഇതൊക്കെ അഗ്രികൾച്ചറൽ ഓപ്പറേഷനാണ്. അതുകൊണ്ട് ആ ഇൻകം ഒക്കെ അഗ്രികൾച്ചറൽ ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇൻകം ഫ്രം സെയിൽ ഓഫ് ഫ്രൂട്ട്സ് ഓഫ് ട്രീസ് ഓഫ് സ്പോണ്ടേനിയസ് ഗ്രോത്ത്. സ്വമേധയ വളരുന്ന മരങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ട്സ് വിൽപ്പനയിലൂടെ കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം അല്ല. അവിടെ നമ്മൾ സ്വന്തമായിട്ട് അത് ഉണ്ടാവുന്ന ആ ചെടി, അല്ലാതെ നമ്മൾ വെള്ളം നനയ്ക്കുകയോ നിലം ഉഴുകുകയോ വിത്ത് പാകുകയോ അങ്ങനെയുള്ള ബേസിക് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ ഒന്നും നടത്താത്തത് കൊണ്ട് ഇത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇൻകം ഫ്രം ഫിഷറീസ്, അതും നോൺ അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഓക്കെ, another question, state whether the following incomes are agricultural income. Income from poultry farming, non agricultural income. Capital gain arising from transfer of agricultural land in India. ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് വേറൊരാൾക്ക് വിൽപ്പന നടത്തുക വഴി വലിയൊരു ക്യാപിറ്റൽ ഗെയിൻ, വലിയൊരു ലാഭം ഉണ്ടാകുന്നു. അത് അഗ്രികൾച്ചറൽ ലാൻഡാണ് വിൽപ്പന നടത്തിയെങ്കിൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷനിലൂടെ കിട്ടിയ ഇൻകം ഒന്നുമല്ല. അതുകൊണ്ട് നോൺ അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഡിവിഡൻഡ് ഫ്രം എ കമ്പനി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിട്ടുള്ള കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, ആ ഡിവിഡൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. കാരണം നമുക്ക് ഡിവിഡൻഡ് കിട്ടിയിരിക്കുന്നത് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് മീതെ കിട്ടിയ റിട്ടേൺ ആണ് ഡിവിഡൻഡ്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസുമായി ബന്ധമില്ല. അതുകൊണ്ട് നോൺ അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഇൻകം ഫ്രം സാൾട്ട് പ്രൊഡ്യൂസിങ് ബൈ ഫ്ലഡിങ് ദി ലാൻഡ് വിത്ത് സീ വാട്ടർ. കടൽ വെള്ളം പ്രത്യേക ഒരു ലാൻഡ് ഏരിയയിലേക്ക് അടിച്ചു കയറ്റി എന്നിട്ട് അവിടെ നിന്ന് ഉപ്പുണ്ടാക്കുക, അത് അഗ്രികൾച്ചറൽ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. Amount of compensation received from insurance company on account of loss of crop due to flood. വെള്ളപ്പൊക്കത്തിലൂടെ കൃഷിയൊക്കെ നശിച്ചു, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വലിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടുന്നു. അത് അഗ്രികൾച്ചറൽ ഇൻകം ആണ് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ആ നശിച്ചു പോയി, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എല്ലാം നശിച്ചു പോവുകയാണ് വെള്ളപ്പൊക്കത്തിലൂടെ. അങ്ങനെയാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ക്ലെയിം നമുക്ക് ആ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എല്ലാം തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തിട്ട് അതിന് പകരമായിട്ട് കിട്ടുന്ന കോമ്പൻസേഷൻ പോലെയാണ്. അത് സെയിൽസ് പ്രൊസീഡ്സ് പോലെയാണ് കണക്കാക്കി. ഇൻഷുറൻസ് കമ്പനിക്ക് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് വിൽപ്പന നടത്തി കിട്ടിയ സെയിൽ പ്രൊസീഡ്സ് പോലെയാണ് അതിനെ കണക്കാക്കുക. ഓക്കെ, ദെൻ ഇത്രയാണ് നമുക്ക് അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കുക. അഗ്രികൾച്ചറൽ ഇൻകം, ഇറ്റ് ഈസ് ജസ്റ്റ് എ സെയിൽ ഓഫ് ക്രോപ്പ് ബൈ എ ഫാർമർ ടു ദി ഇൻഷുറൻസ് കമ്പനി. ക്ലിയർ?
അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം എന്താണ് എന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.